നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. ഗ്രീഷ്മ ഋതുവിൽ അഥവാ വേനൽക്കാലത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്കെല്ലാവർക്കും അറിയാം, വേനൽക്കാലം എന്ന് പറയുന്നത് പലവിധ അസുഖങ്ങളുടെയും അല്ലെങ്കിൽ പകർച്ചവ്യാധികളുടെയും ശുദ്ധജലം ലഭിക്കായ്ക കൊണ്ട് തന്നെ ജലജന്യ രോഗങ്ങളുടെയും ഒരു കാലമാണ്. അതുപോലെ തന്നെ ക്ഷീണത്തിൻ്റെയും തളർച്ചയുടെയും അതുപോലെ ചൂടുകുരുവിൻ്റെയും ഒക്കെ അസ്വസ്ഥതകൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാലമാണ് വേനൽക്കാലം. അപ്പോൾ ഈ കാലത്ത് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ ഈ രോഗങ്ങളിൽ നിന്നുമെല്ലാം നമുക്ക് എളുപ്പത്തിൽ മോചനം നേടാനാകും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആഹാരത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ടത് എന്തെല്ലാമാണ്, നിർബന്ധമായും ഒഴിവാക്കേണ്ടത് എന്തെല്ലാമാണ്, അതുപോലെ നമ്മുടെ വിഹാരങ്ങൾ ചെയ്യേണ്ടത് എന്തെല്ലാമാണ്, ചെയ്യരുതാത്തത് എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആയുർവേദത്തിൽ വേനൽക്കാലത്തെ ഗ്രീഷ്മ ഋതു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രീഷ്മ ഋതുവിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥകൾ എങ്ങനെയായിരിക്കും ആ കാലത്ത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഗ്രീഷ്മ ഋതു ഉത്തരായന കാലത്തിലെ അവസാനത്തെ ഋതുവാണ്. അതായത് ഉത്തരായന കാലം, ദക്ഷിണായന കാലം എന്നീ രണ്ട് കാലങ്ങളാണുള്ളത്. അതിൽ ഉത്തരായന കാലത്തിൽ 3 ഋതുക്കൾ അടങ്ങുന്നു: ശിശിരം, വസന്തം, ഗ്രീഷ്മം. അപ്പോൾ ഉത്തരായന കാലത്തെ, അതായത് ശരീരത്തിലെ ബലം കുറഞ്ഞു വരുന്ന ആ ഒരു കാലത്തെ, അത് സൂര്യൻ്റെ ചൂട് കൂടുന്നത് നിമിത്തം നമ്മുടെ ശരീരബലം കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൽ ഉത്തരായന കാലത്തിൽ അവസാനത്തെ ഋതുവായ ഗ്രീഷ്മ ഋതുവിലാണ് നമ്മുടെ ശരീരബലവും അഗ്നിബലവും ഏറ്റവും കുറഞ്ഞ കാലം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഈ വേനൽക്കാലം നമുക്ക് ആരോഗ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആഹാരത്തിലും വിഹാരത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നാം മുൻപ് പറഞ്ഞു, ഗ്രീഷ്മ ഋതുവിൽ നമ്മുടെ ശരീരബലവും അഗ്നിബലവും ഏറ്റവും കുറവായിരിക്കുമെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ദഹിക്കാൻ കഴിയുന്ന ആഹാരം മാത്രമേ വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ ഗ്രീഷ്മ ഋതുവിൽ നമ്മുടെ പിത്തം വർദ്ധിക്കുകയും കഫം ക്ഷയിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് പിത്ത ശമിപ്പിക്കുന്ന രീതിയിലുള്ള ആഹാര പദാർത്ഥങ്ങളായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. അതായത് കടു, അമ്ല, ലവണ രസങ്ങൾ, അതായത് എരിവ്, പുളി, ഉപ്പ്, ഈ 3 രസങ്ങളും പരമാവധി കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതായത് അച്ചാറുകളും അല്ലെങ്കിൽ ഒത്തിരി എരിവ് കൂടിയതും പുളി കൂടിയതുമൊക്കെയുള്ള ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അതായത് പിത്തം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള രസങ്ങളുള്ള ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. എളുപ്പത്തിൽ ദഹിക്കുന്ന പാൽക്കഞ്ഞി, മലർക്കഞ്ഞി, അതുപോലെ നെയ്യ് ചേർത്ത കഞ്ഞി എല്ലാം വേനൽക്കാലത്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യഥാസമയത്ത് ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. കൃത്യസമയത്ത് ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ജലാംശം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നിർബന്ധമായും ശ്രദ്ധിക്കണം. അതിൽ കൂടുതലായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തണ്ണിമത്തൻ, അത് 96% വെള്ളമാണ്. ഇപ്പോൾ തണ്ണിമത്തൻ, അതുപോലെ പച്ചക്കറികളിലാണെങ്കിൽ മത്തങ്ങ, ചീര, ഇലക്കറികൾ, ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ സിട്രസ് ഫ്രൂട്ട്സുകൾ, അത് വൈറ്റമിൻ സി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള നാരങ്ങ, ഓറഞ്ച് പോലെയുള്ള ഫ്രൂട്ട്സുകൾ ധാരാളമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. വേനൽക്കാലത്ത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നിർബന്ധമായും ഒഴിവാക്കേണ്ടത് എന്തെല്ലാമാണെന്ന് വെച്ചാൽ ഓയിലി ആയിട്ടുള്ള ഫുഡ്സ്, അതുപോലെ തന്നെ സ്പൈസി ഫുഡ്സ്, അധികം എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ, അതുപോലെ അധികം എരിവും പുളിയും ഉപ്പും കൂടിയ സ്പൈസി ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കണം. അതുപോലെ പ്രോസസ്ഡ് ഫുഡ്സ് ഉണ്ടല്ലോ, ജങ്ക് ഫുഡ്സ്, ബേക്കറി ഐറ്റംസ്, കേക്കുകൾ, ഐസ്ക്രീംസ്, ഇവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കണം. നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. കാരണം ഈ ആഹാര പദാർത്ഥങ്ങൾ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലെ ചൂട് കൂടുകയും ഈ വേനൽക്കാലത്ത് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒന്നാണ്.
അതുപോലെ റെഡ് മീറ്റ്, അതായത് ബീഫ്, പോർക്ക്, മട്ടൻ തുടങ്ങിയ മാംസങ്ങളും അതുപോലെ ചിക്കനും ശരീരത്തിന് അധികം ചൂട് തരുന്ന ഒന്നു തന്നെയാണ്. ഇവയെല്ലാം കഴിവതും മാംസാഹാരങ്ങൾ കഴിവതും വേനൽക്കാലത്ത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഇത് ദാഹം തോന്നിയില്ലെങ്കിൽ പോലും നമ്മൾ വെള്ളം കുടിക്കുന്നതിൽ ശ്രദ്ധിക്കണം. 2.5 ലിറ്റർ വെള്ളം സാധാരണഗതിയിൽ ദിവസവും കുടിക്കേണ്ടതാണ്. വേനൽക്കാലത്ത് 3 ലിറ്റർ അല്ലെങ്കിൽ 3.5 ലിറ്റർ വരെ വെള്ളം കുടിക്കാവുന്നതാണ്. കാരണം വിയർപ്പിലൂടെയും ചുട്ടുപൊള്ളുന്ന ചൂടല്ലേ, അപ്പോൾ വിയർപ്പിലൂടെയൊക്കെ ഒത്തിരി ധാതുക്കളും ലവണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടും. കൂടുതൽ തളർച്ചയും ക്ഷീണവും അതുപോലെ മോഹാലസ്യം ഒക്കെ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടം ആണ് ഈ വേനൽക്കാലത്ത്. അപ്പം അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്ന ധാതുക്കളും ലവണങ്ങളും തിരിച്ചു പിടിക്കാനായിട്ട് കൂടുതലായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കരിക്കിൻ വെള്ളം, അതുപോലെ നാരങ്ങ വെള്ളം, മോര് ഒക്കെ വളരെ ഫലപ്രദമായ പാനീയങ്ങളാണ് വേനൽക്കാലത്ത്. അതുപോലെ നമ്മൾ കുടിക്കുമ്പോൾ തണുത്ത ഫ്രിഡ്ജിൽ വെച്ച വെള്ളം കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വളരെ ചൂടിൽ നിന്ന് കയറി വന്നാലും അല്ലെങ്കിൽ എവിടെ പോയിട്ട് പുറത്ത് പോയിട്ട് തിരിച്ചു വന്നാലും സാധാരണഗതിയിൽ ചെറു ചൂടുവെള്ളം കുടിക്കാനാണ് പറയാറ്. അപ്പോൾ അത് അല്ലെങ്കിൽ മൺകൂജയിലുള്ള വെച്ചിട്ടുള്ള തണുത്ത വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത് വളരെ ദോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. കോള പോലെയുള്ള ഡ്രിങ്ക്സുകൾ, കാരണം അതിൽ കഫീൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചായ കാപ്പി വേനൽക്കാലത്ത് ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. കാപ്പിയിൽ കഫീൻ അടങ്ങിയിട്ടുണ്ട്, കോളയിലും ഈ കഫീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് നിർജ്ജലീകരണം കൂട്ടാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനും കൂടുതൽ ക്ഷീണം അനുഭവപ്പെടാനൊക്കെ കാരണമാകും. അതുകൊണ്ട് നിർബന്ധമായിട്ടും കാപ്പിയും അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എല്ലാം നമ്മുടെ പാനീയത്തിൽ നിന്നൊക്കെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. കാലത്തെ ദാഹമകറ്റാനായിട്ട് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നാണ് ഗുളൂച്ചിയാദി കഷായ ചൂർണം ഇട്ട് തിളപ്പിച്ച വെള്ളം മൺകൂജയിലാക്കി വെച്ച് ഇടയ്ക്കിടയ്ക്ക് സേവിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് വിട്ടുമാറാത്ത ദാഹവും അല്ലെങ്കിൽ ചൂടും ഒക്കെ അനുഭവപ്പെടുമ്പോൾ ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ അഷ്ടാംഗ ഹൃദയത്തിൽ ജ്വര ചികിത്സയിൽ പറയുന്ന ഷഡംഗ പാനീയം വളരെ ഫലപ്രദമായ ഒന്നാണ് നമുക്ക് ദാഹം ശമിപ്പിക്കാനായിട്ട്. അത് ഘനചന്ദന ശുണ്ഠ്യംബു പർപ്പട ഉഷീര സാധിതം എന്നാണ്. അതായത് 6 കൂട്ടം മരുന്നുകൾ അടങ്ങിയതാണ് ഷഡംഗ പാനീയത്തിൽ. ഈ ചൂർണ്ണമിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ ഫലപ്രദമായ ഒന്നാണ് ദാഹമകറ്റുവാനായിട്ട്. അപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് ആഹാരത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ടതും അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടത് ആഹാര പാനീയങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഹാരങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് വേനൽക്കാലത്ത് നിർബന്ധമായും 2 നേരം കുളിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വേനൽക്കാലത്ത് കുളിക്കുമ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ശ്രദ്ധിക്കുക. സാധാരണ എല്ലാവരും നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കാനായിരിക്കും ഇഷ്ടപ്പെടുക. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ്. അത് നാൽപ്പാമരാതി ചൂർണ്ണമിട്ട് തിളപ്പിച്ച വെള്ളം ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ എണ്ണ തേച്ചു കുളി വളരെ ഫലപ്രദമാണ്. ശീതവീര്യമുള്ള നാൽപ്പാമരാതി തൈലോ അല്ലെങ്കിൽ പിണ്ണതൈലം, ഏലാതി തൈലം പോലെയുള്ള തൈലങ്ങൾ തേച്ച് കുളിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ തണുപ്പ് അനുഭവപ്പെടാനായിട്ട് സഹായിക്കുന്ന. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരിട്ടുള്ള സൂര്യപ്രകാശം ഒഴിവാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് പരമാവധി കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. സൺ ടാനും അതുപോലെ ഹീറ്റ് സ്ട്രോക്കും സൺബേൺ ഒക്കെ വരാൻ സാധ്യത ഈ സമയത്തുള്ള നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ജോലി ഉള്ളവർ അതനുസരിച്ച് സമയം ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പുറത്തിറങ്ങേണ്ടി വന്നാൽ സൺഗ്ലാസസും തൊപ്പിയും
അതുപോലെ കുടയൊക്കെ ചൂടി നേരിട്ടുള്ള സൂര്യപ്രകാശം കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ധരിക്കേണ്ട വസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് അയഞ്ഞ, അതായത് വളരെ ലൂസായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ, പരുത്തി വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. അത് ഇളം നിറത്തിലുള്ളതാണ്, അത് വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ വേനൽക്കാലത്ത് ധരിക്കേണ്ടത്. കറുപ്പും അതുപോലെ ഇരുണ്ട നിറത്തിലുമുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ സൂര്യപ്രകാശം ആഗിരണം ചെയ്യുന്നതുകൊണ്ട് തന്നെ ചൂട് കൂടുതൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പരുത്തി വേഷങ്ങൾ എന്ന് വെച്ചാൽ കോട്ടൺ വസ്ത്രങ്ങളാണ് ഏറ്റവും നല്ലത്. അതുപോലെ പോളിസ്റ്റർ പോലെയുള്ള, റയോൺ പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് വിയർപ്പ് അവിടെ തന്നെ തങ്ങി നിൽക്കുകയും ചൂടുകുരു പോലെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് തന്നെയാണ്. ഇന്ന് ഈ ചൂടുകാലത്ത്, ഈ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നം, വലിയ അപകടകരമല്ലെങ്കിൽ പോലും നേരിടുന്ന ഒരു പ്രശ്നമാണ് ചൂടുകുരു, പ്രിക്ലി ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വരാതിരിക്കുന്നതിനെ. അപ്പോൾ വന്നു കഴിഞ്ഞവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ചൂടുകുരു അകറ്റാനായിട്ട് നമ്മൾ വിയർപ്പ് തങ്ങി നിൽക്കാത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. ആയുർവേദത്തിൽ ഗ്രീഷ്മ ഋതുവിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് വ്യായാമമാണ്. സാധാരണഗതിയിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ പകുതി ആരോഗ്യം വെച്ചിട്ടേ, ശക്തി ഉപയോഗിച്ച് മാത്രമേ വ്യായാമം ചെയ്യാവൂ എന്നാണ് പറയുന്നത്. പക്ഷെ ഗ്രീഷ്മ ഋതുവിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒന്നാണ് വ്യായാമം. അതുപോലെ എല്ലാ ഋതുക്കളിലും പകലുറങ്ങുന്നത് അത്ര നല്ല ശീലമല്ല എന്ന് ആയുർവേദം പറയുന്നു. എങ്കിലും ഗ്രീഷ്മ ഋതുവിൽ പകലുറങ്ങാം എന്ന് ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ ശരീരബലവും അത്ര ക്ഷീണിച്ച് ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം ഗ്രീഷ്മ ഋതുവിൽ മാത്രം പകലുറങ്ങാൻ ആചാര്യൻ അനുവാദം നൽകിയിട്ടുണ്ട്. ഗ്രീഷ്മ ഋതുവിൽ അഥവാ വേനൽക്കാലത്ത് ഒഴിവാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് മദ്യം. അപ്പോൾ അത് ഉപയോഗിക്കുന്നവർ അതിൻ്റെ അളവ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ, അത് നമ്മുടെ ആഹാരത്തിൽ ഈ മാറ്റങ്ങൾ വരുത്തിയാൽ, അല്ലെങ്കിൽ ചിലതൊക്കെ ഒഴിവാക്കിയാൽ, അതുപോലെ വിഹാരങ്ങളിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ കനത്ത വേനൽ ചൂടിനെ നേരിടാനും അതുപോലെ തന്നെ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും സഹായിക്കും. നന്ദി, നമസ്കാരം.